Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. യാഹുശയെ കുരിശിൽ തറച്ചപ്പോൾ 2 കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചതായി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇരുവരുടെയും വിശ്വാസം ഭൂമിയിലുള്ള സകല ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഒരുവൻ മനുഷ്യപുത്രനെ ദുഷിച്ച് സംസാരിക്കുകയും അപരൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസത്തിലൂടെ അവൻ രക്ഷിക്കപ്പെടുന്നതായും കാണാം. കുരിശില് തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളില് ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരന് അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയില് തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന് തുടർന്നു, കർത്താവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യാഹുശ അവനോട് അരുളിച്ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. എന്നാൽ ആ കുറ്റവാളി അന്നേ ദിവസം യാഹുശയോടൊപ്പം പറുദീസയിലായിരുന്നോ അല്ലയോ എന്നതിൽ പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. ആദ്യമായി പറുദീസ എന്തെന്നും അത് എവിടെയെന്നും നമുക്ക് നോക്കാം. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. പറുദീസ എന്ന് പറയുന്നത് ഏദേൻ തോട്ടമാണെന്നും അത് സ്വർഗത്തിലാണെന്നും ഈ വാക്യം വ്യക്തമാക്കുന്നു. ഭൂമിയിലുണ്ടായിരുന്ന ഏദേൻ തോട്ടം നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നശിച്ചുപോകാതിരിക്കുവാനായി 3-ാം സ്വർഗത്തിലേക്ക് ദൈവം ഉയർത്തിയതാണെന്ന് ചില പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. മരണശേഷം യാഹുശയുടെ ദേഹം കല്ലറയിൽ അടക്കപ്പെടുകയും ആത്മാവ് സ്വർഗത്തിലേക്കും ദേഹി പാതാളത്തിലേക്കും പോവുകയും ചെയ്തു. യാഹുശ ഉച്ചത്തില് നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളില് എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതു പറഞ്ഞ് അവന് ജീവന് വെടിഞ്ഞു. യാഹുശ മരണശേഷം 3 രാവും 3 പകലും പാതാളത്തിലായിരുന്നുവെന്ന് നമുക്കറിയാം. അവൻ ഉയർത്തെഴുന്നേറ്റു മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാല് ഞാന് പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാന് എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മനുഷ്യപുത്രൻ ആഴ്ചയുടെ 1-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. ആയതിനാൽ ഇരുവരും അന്നേ ദിവസം പറുദീസയിലായിരുന്നില്ല എന്ന് ചില വ്യക്തികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കർത്താവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് കുറ്റവാളി ചോദിക്കുന്നത്. അതായത് യാഹുശ തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ തന്നെയും അതിൽ പ്രവേശിക്കുവാൻ അനുവദിക്കണമെന്നാണ് ആ കുറ്റവാളി ആവശ്യപ്പെട്ടത്. ആയതിനാൽ ഈ വചനത്തെ പലരും തർജ്ജിമയിൽ വന്ന തെറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് നീ പറുദീസയിലായിരിക്കും എന്നതിന് പകരം അന്ന് നീ പറുദീസയിലായിരിക്കും എന്നതാണ് ഇക്കൂട്ടരുടെ അഭിപ്രായം. എന്നാൽ തിരുവെഴുത്തുകൾ വ്യക്തമായി പരിശോധിച്ചാൽ പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ട ആ കുറ്റവാളിയെക്കുറിച്ച് പിന്നീട് പരാമർശിക്കുന്നുണ്ട്. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിലെ എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല. അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യന് പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്ക് അറിവില്ല. അത് ദൈവത്തിനെ അറിയൂ. 14 വർഷം മുന്നേ കുരിശിൽ മരിച്ച അന്നേ ദിവസം തന്നെ യാഹുശ അരുളി ചെയ്ത പോലെ ആ കുറ്റവാളി പറുദീസയിലേക്ക് എടുക്കപ്പെട്ടതായി ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർഗരാജ്യം വരുമ്പോൾ തന്നെയും ഓർക്കണം എന്ന് മാത്രം അപേക്ഷിച്ച കുറ്റവാളിക്ക് യാഹുശ അതിനേക്കാൾ വലിയൊരു പ്രതിഫലം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അന്നേ ദിവസം തന്നെ അവൻ പറുദീസയിലേക്ക് ഉയർത്തപ്പെടുകയും ദൈവത്തോടൊപ്പമായിരിക്കുകയും ചെയ്തു. ഹനോക്കിന് മാത്രമേ ഇതിനു മുന്നേ ഇങ്ങനെയൊരു ഭാഗ്യം ലഭിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും പലരും ഈ വാക്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ടത് പൗലോസ് ആണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ താനാണ് പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ടതെന്ന് പൗലോസ് എവിടെയും പറയുന്നില്ല. മറിച്ച് 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട വ്യക്തിയെപ്പറ്റി താൻ മനസ്സിലാക്കിയത് തനിക്ക് ലഭിച്ച ഒരു ദർശനത്തിലൂടെയാണെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല. തന്നെക്കുറിച്ചു അഭിമാനിക്കുന്നില്ലെന്നും എന്നാൽ 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ മനുഷ്യനെക്കുറിച്ചു താൻ ഏറെ അഭിമാനിക്കുമെന്നും പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. യാഹുശ സത്യമായി പറഞ്ഞതുപോലെ അന്നേ ദിവസം തന്നെ ആ കുറ്റവാളി യാഹുവോടൊപ്പം പറുദീസയിലായിരുന്നുവെന്നും 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത് പൗലോസ് അല്ല എന്നതുമാണ് സത്യം. ഈ മനുഷ്യന് പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല. അത് ദൈവത്തിനെ അറിയൂ. അവാച്യവും മനുഷ്യനു വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങള് അവന് കേട്ടു. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.